ഈ ഒരു കൊറോണയുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൗൺ സാഹചര്യങ്ങളിലെല്ലാം വാഹനങ്ങളുടെ സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ ഡീലർഷിപ്പുകൾ ഒന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ ആഴ്ചയിൽ 1-2 ദിവസം എന്നുള്ള രീതിയിൽ ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാഹചര്യങ്ങളാൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് എല്ലാവരും പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് വാഹനങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ ഉപയോഗിച്ച ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നി അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും ആവറേജ് കൺസ്യൂമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓട്ടോ എയ്ഡ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഈ ഒരു ഓട്ടോ എയ്ഡ് എന്ന് പറയുന്നത്. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്. എല്ലാം നല്ല ഓർഡർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതാണോ ആവശ്യം, 2 വീലർ സർവീസാണോ, 4 വീലർ സർവീസാണോ, 6 വീലർ സർവീസാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഷിംഗ്, ബോഡി പോളിഷിംഗ്, ഇൻറ്റീരിയർ ക്ലീനിങ്, അതുപോലെ ടയർ പഞ്ചറായ പ്രശ്നമാണോ, ഇലക്ട്രിക്കൽ കംപ്ലൈൻ്റ് ആണോ, എന്തെങ്കിലും ആക്സറീസ് ഫിറ്റ്മെൻറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂല് കഴിഞ്ഞ് പോയി നിങ്ങൾ വഴിയിൽ നിൽക്കുകയാണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വരെ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് വളരെ ചെറിയത് മുതൽ ഏറ്റവും വലിയ കാര്യങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നല്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്ക് വരെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രവർത്തിപ്പിക്കാൻ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മികച്ച 3 പോസിറ്റീവ്സ് ഈ വീഡിയോയിൽ ഞാൻ പറയാം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനം സർവീസ് ചെയ്യുന്നത് ഏത് മെക്കാനിക്കാണെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഡീലർഷിപ്പിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വാഹനം അഡ്വൈസർ എടുക്കുന്നു, ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ട്രെയിനിയാണോ വർക്ക് ചെയ്യുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണോ വർക്ക് ചെയ്യുന്നത്, അതോ ഇനി വർക്ക് ചെയ്യുന്നില്ലേ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. അതിനുശേഷം വണ്ടി നമ്മളടുത്ത് തരുന്നു, നമ്മളത് കൊണ്ടുപോകുന്നു. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങളൊരു എക്സാമ്പിൾ ഇപ്പോൾ 2 വീലർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ആ 2 വീലർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരുപാട് മെക്കാനിക്സിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഓരോ പ്രൊഫൈലും ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നിയ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം അവർ വീട്ടിൽ വന്ന് നിങ്ങളെ വർക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ തീർത്ത ശേഷം അവർ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരിക്കും നമ്മുടെ വാഹനം സർവീസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളത്. അത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് കോസ്റ്റാണ്. ഒരു ഡീലർഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു വലിയ വർക്ക്ഷോപ്പിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്വൈസർ ഉണ്ടായിരിക്കും, അതുപോലെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ ഉണ്ടാവും, ക്യാഷ്യർ ഉണ്ടാവും, മാനേജർ ഉണ്ടാവും, കസ്റ്റമർ കെയറുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, കസ്റ്റമർ കെയർ മാനേജർ ഉണ്ടാവും, അസിസ്റ്റൻറ്റ് മാനേജർ, സൂപ്പർവൈസർ, മെക്കാനിക്സ്, വാഷിങ്ങിലെ ആളുകൾ, അതുപോലെ അടിച്ചു വാരുന്ന ആളുകൾ. ഇവർക്ക് എല്ലാവർക്കുമുള്ള ശമ്പളം നമ്മുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കൊടുക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസിന് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിൽ ഇതിൻ്റെ എല്ലാ എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമൗണ്ട് എന്ന് പറയുന്നത് നല്ല വലുത് തന്നെയായിരിക്കും. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു മെക്കാനിക്ക് വന്ന് സർവീസ് ചെയ്ത് എന്താണോ കാര്യം അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെക്കാനിക്കിൻ്റെ ചാർജ് എത്രയാണോ അത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഈ വർക്ക്ഷോപ്പിലുള്ള എല്ലാവരെയും തീറ്റിപ്പറ്റേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അതും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 24/7 സർവീസ് അവൈലബിൾ ആണ് എന്ന് പല ഡീലർഷിപ്പുകളിലും പല വർക്ക്ഷോപ്പുകളിലും എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ച് കഴിഞ്ഞാൽ കാണാം അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. രാത്രികാലങ്ങളിൽ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് കേട്ടോ, നോർമലായിട്ടുള്ള കാര്യങ്ങളല്ല, എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വിളിച്ചു കഴിഞ്ഞാൽ രാത്രികാലങ്ങൾ വിളിച്ചാൽ പറയുന്നത് ഇപ്പോൾ മെക്കാനിക്ക് അവൈലബിൾ അല്ല, അതല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്ക് വേറെ ഏതെങ്കിലും കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണെന്നുള്ള റിപ്ലൈ ആണ് എനിക്ക് ഭൂരിഭാഗം ടൈമിലും കിട്ടിയിട്ടുള്ളത്. ഇനി രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ, ഏർലി മോർണിംഗിൽ വിളിച്ചു കഴിഞ്ഞാൽ 9 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്, 9 മണിക്ക് ശേഷമാണ് മെക്കാനിക്ക് വരിക, അതിനുശേഷം ഞാൻ ഒരാളെ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലാണ് പലപ്പോഴും റിപ്ലൈ കിട്ടാറുള്ളത്. എന്നാൽ ഈ ഒരു ഓട്ടോ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ഇതിലെ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. രാത്രി കാലങ്ങളായിക്കോട്ടെ, പുലർച്ചെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പ് അവൈലബിൾ ആണ്. ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ
ഒരുപാട് മെക്കാനിക്സ് ഇതിൽ അവൈലബിൾ ആണ്. ഒന്നോ രണ്ടോ മെക്കാനിക്സ് അല്ല, ഒരുപാട് മെക്കാനിക്സും ഒരുപാട് സ്ഥാപനങ്ങളുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ എയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇതിൽ എന്തായാലും ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ വേറൊരു സ്ഥലത്ത്, നിങ്ങൾ അറിയാത്തൊരു സ്ഥലത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള മെക്കാനിക്സ് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റളവിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന മെക്കാനിക്സിനെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ കംപ്ലയിൻറ്റ്സ് തീർക്കാനും യാത്ര തുടരാനും സാധിക്കും. ഇതും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസിന് വരുന്ന ഈ ഒരു മെക്കാനിക്കിനെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മുന്നിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുമായിട്ട് സൗഹൃദം പുലർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു മെക്കാനിക്ക്, അതായത് മുന്നേ നമ്മൾ വർക്ക് ചെയ്ത മെക്കാനിക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ കിടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്നും ഈ ഒരു മെക്കാനിക്കിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മെക്കാനിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്, നിങ്ങളെ പരിചയമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വണ്ടിയെ കെയർ ചെയ്യുന്നതും തീരെ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ വണ്ടിയെ കെയർ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യവും ഈ ഒരു ആപ്പിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇതുവരെ നമ്മൾ ഈ ഒരു ഓട്ടോ എയ്ഡ് എന്നുള്ള ആപ്ലിക്കേഷനിൽ നിന്നും യൂസേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഗുണങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ, അതായത് കൊറോണ സാഹചര്യത്തിൽ ഡീലർഷിപ്പുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ പൂട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതും ഈ ഒരു ഓട്ടോ എയ്ഡ് ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിനായിട്ട് ഓട്ടോ എയ്ഡ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെയും, ഓട്ടോ എയ്ഡിൻ്റെയും ഓട്ടോ എയ്ഡ് പാർട്ട്ണറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോ എയ്ഡ് പാർട്ട്ണർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെയാണ് നമുക്ക് യൂസേഴ്സിൻ്റെ ആപ്പിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനൊരു യൂസറാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ആ പ്രോപ്പർ വാഹനം 4 വീലർ ആണെന്നുണ്ടെങ്കിൽ 4 വീലർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെക്കാനിക്സിനെ കാണാൻ സാധിക്കുന്നതാണ്. ഈ മെക്കാനിക്സ് എല്ലാം തന്നെ ഈ ഒരു ഓട്ടോ എയ്ഡിൻ്റെ പാർട്ട്ണർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഓട്ടോ എയ്ഡ് പാർട്ട്ണർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഓട്ടോ എയ്ഡ് എന്നുള്ള ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഏത് സമയത്താണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ് വരിക എന്നുള്ളത് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, വർക്ക്ഷോപ്പുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളെ അറിയാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് വാഹനവുമായിട്ട് കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഉൾനാടുകളിലൊക്കെ പെട്രോൾ തീർന്നു പോകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പാർട്ട്ണർ ആവണമെന്നുണ്ടെങ്കിലെല്ലാം അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കൊടുക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബൈ.